Hello everyone and welcome back to another video. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചിക്കൻ പിക്കിളാണ് അല്ലെങ്കിൽ ചിക്കൻ അച്ചാറാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 2 ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. ക്യൂബ്സായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ വിനീഗർ, പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുക. അത് നമ്മൾ ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. അപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒരുപാട് സമയം വെച്ചിരിക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് വെച്ചിരുന്നാൽ മതി, അതിൽ കൂടുതൽ വെക്കണമെന്നൊന്നുമില്ല. വച്ചില്ലെങ്കിലും പ്രശ്നമില്ല, അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നാലും 10 മിനിറ്റ്സ് വെച്ചേക്കാം. ഒരു ടേസ്റ്റ്, ഒരു എന്താ പറയുക, അതിലേക്ക് ഒന്ന് കുറച്ചൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ്സ് വെച്ചേക്കാം. ഒരു ചെറിയ ചെറിയ പീസ ആയിട്ട് പെട്ടെന്ന് ഫ്രൈ ആയി വരും. ഞാനിപ്പം എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്, ബിക്കോസ് ഇന്ന് കുറച്ചൊന്ന് ഷ്രിങ്ക് ആവുമല്ലോ. അപ്പോൾ അവിടെ ഒരുമിച്ചിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സൈഡ് കളർ ചേഞ്ച് ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആകും. ഒരു 75% കുക്കായിട്ടുണ്ടെങ്കിൽ മതി കേട്ടോ. ബിക്കോസ് നമ്മൾ പിന്നെ ആ പിക്കിൾ ഉണ്ടാക്കാനുള്ള സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേനും കുറച്ചുകൂടെ കുക്കാകും. അതുകൊണ്ട് നമുക്ക് ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകരുത് കേട്ടോ. കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അതനുസരിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസ് ഫ്രൈ ആകുന്ന ടൈമിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പോട്ട് എടുത്തു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇഞ്ചി സ്ലൈസ് ചെയ്തും 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് സോട്ട് ചെയ്യുക. അതിനൊരു പച്ചമണം മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനെ ഒന്ന് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. സ്ലിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഇനി ഇതും ഒന്ന് ഒരു 15 സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനെ ഒരു പച്ചമണം മാറുന്നവരെ സോട്ട് ചെയ്യുക. ഒരുപാട് സോട്ട് ചെയ്യണ്ട കേട്ടോ, ബിക്കോസ് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. ഒരു 10 സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രൗണ്ട് സ്പൈസ് ആഡ് ചെയ്യാം. അതായത് മുളക് പൊടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നത്. ഒരു 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്യുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുക. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉലുവാപ്പൊടി ആഡ് ചെയ്യുക. ഒരുപാട് ആഡ് ചെയ്ത് ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും കേട്ടോ. ഇനി അടുത്ത് ആഡ് ചെയ്യുന്നത് കായം പൊടിയാണ്. അതും ഒരു 2 നുള്ള് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളം ആൻഡ് ഒരു 1/4 കപ്പ് വിനീഗർ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിനെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 2 മിനിറ്റൊക്കെ ചൂടാക്കിയാൽ മതി. 2-3 മിനിറ്റ് വരെ ചൂടാക്കിയാൽ മതി. അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് ചെറുതായിട്ട് കുറയുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് നമ്മൾ ചൂടാക്കരുത് കേട്ടോ, ബിക്കോസ് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും തന്നെ അത് ഓഫ് ചെയ്യുക, അടച്ചു വെച്ചേക്കുക. കുറച്ച് കഴിയുമ്പം കറക്റ്റ് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലിക്വിഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിന് മുന്നേ തന്നെ ക്ലോസ് ചെയ്ത് വയ്ക്കുക.
നല്ല ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കുവാണേ. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷമുള്ളൊരു ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ആ ലിക്വിഡൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പിക്കിൾ, അടിപൊളി ചിക്കൻ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാൻ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക് യു.